കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കാസറ്റ് ഹക്കീമുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാറ്റിൻ്റെ വീഡിയോ ആയിരുന്നു ആ വീഡിയോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയിൽ അവർക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിലെല്ലാം പറയുന്നത് ഹക്കീം UAE പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, അറസ്റ്റിലായി, ലഹരി കേസിൽ അറസ്റ്റിലായി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഹക്കീം ഞാനുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ഹക്കീം എന്നോട് സംസാരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇട്ട വീഡിയോയെ ബന്ധപ്പെട്ട് ആ ചാറ്റുകൾ ഹക്കീമിൻ്റെതല്ല എന്നുള്ളതായിരുന്നു ഹക്കീം പറഞ്ഞത്. ബ്രോയുടെ ഒരു വീഡിയോ കണ്ടു, എന്റെ ചാറ്റ് പറഞ്ഞിട്ട് ബ്രോ പോസ്റ്റ് ചെയ്തത്. അത് ആക്ച്വലി എന്റെ ചാറ്റ് അല്ല, ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിച്ചത്. ഈ ഒരു സംസാരം നടന്നതിന് ശേഷം എനിക്ക് ചാറ്റ് അയച്ചു തന്ന വ്യക്തികളുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ ചോദിച്ചതാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഫേക്ക് സാധനമാണോ, അത് ഇത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഓക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഹക്കീം തന്നെ വന്ന് പറയുന്നത് അയാളുടെ ചാറ്റല്ലെന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ ഉറപ്പിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാറ്റ് അയച്ച ആൾക്കാരുടെ അടുത്ത് വീണ്ടും സംസാരിച്ചു. ഇത് ഫേക്ക് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള സ്ക്രീൻ റെക്കോർഡായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അയച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ചാറ്റ് ഫേക്ക് അല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രൂഫും കാര്യങ്ങളും അവരെനിക്ക് ഇതുവരെ അയച്ചു തന്നിട്ടുമില്ല. അതുകൊണ്ട് ഞാനിട്ട വീഡിയോയുടെ റെസ്പോൺസിബിലിറ്റി എനിക്കായതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ നിലവിൽ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഹൈഡ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ജെന്യൂൻ ആയിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടാണ്, ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വന്നത് ഹക്കീമുമായിട്ട് ഞാൻ സംസാരിച്ചു. ഹക്കീമിനെ വെള്ളപൂശുന്ന യാതൊരു കാര്യങ്ങളും അല്ല ഞാൻ പറയുന്നത്. ഹക്കീം ലഹരി കേസിനകത്ത് ഹക്കീമിൻ്റെ ലഹരി കേസ് സത്യമാണ്. അതേപോലെ തന്നെ ആന്റണി വർഗീസ് പെപ്പയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച കേസുകൾ, ഇതെല്ലാം അവിടെ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെയൊന്നും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെല്ലാം നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. ഈ ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് അത് പ്രൂഫ് കിട്ടുന്ന സമയത്ത് ഞാനത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഈ അയച്ചു തന്ന ആൾക്കാർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള സിറ്റുവേഷൻ പേടിയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ബാക്കി അപ്ഡേറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്, അതും എൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും.